ഹലോ എവ്രി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം ഒരു പ്രത്യേകതയുള്ള സ്ഥലമാണ്. അതായത് അയർലൻഡിലോ അല്ലെങ്കിൽ യൂറോപ്പിൽ തന്നെയോ ഇങ്ങനത്തെ ഒരെണ്ണം വേറെ ഇനി കാണാൻ പറ്റുമോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ്. ഇത് ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതെ, നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ ഇന്ത്യയിലെ ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട ദൈവങ്ങളുടെ ശില്പങ്ങൾ ഉള്ള ഒരു പാർക്ക്. വിക്ടേഴ്സ് വേ എന്നാണ് ഈ പാർക്കിൻ്റെ പേര്. അയർലൻഡിലെ കൗണ്ടി വിക്ലോയിലാണ് ഈ സ്ഥലമുള്ളത്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഇങ്ങോട്ടേക്ക് 132 മൈലോളം ഉണ്ട്. 2.5 മണിക്കൂർ എടുക്കും. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് അങ്ങോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രിപ്പിന് ഞാനും സാലിയും മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് ആർക്കൊന്നും ഒഴിവില്ല. അപ്പം നമ്മൾ രണ്ടുപേരും മാത്രമായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ സമ്മർ തുടങ്ങിയത് കൊണ്ട് തന്നെ പോകുന്ന വഴി ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. എല്ലായിടത്തും ഇലകളൊക്കെ വന്ന് മരങ്ങളെല്ലാം പച്ച കളറിൽ നിൽക്കുന്നുണ്ട്. നല്ല സൺലൈറ്റ് ഉണ്ട്. ഇന്നാണെങ്കിൽ നല്ല വെതറുമാണ്, മഴയുമില്ല. അപ്പോൾ ഈ പാർക്ക് ഒരു ഓപ്പൺ സ്പേസ് ആണ്. അപ്പോൾ മഴയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ ഗൂഗിളിൽ നിന്ന് വായിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ വെതർ നല്ലതാണ്. അപ്പോൾ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നമ്മൾ 2 മണിക്കൂറോളം ഓടി മോട്ടോർ വേ എല്ലാം കഴിഞ്ഞ് കൗണ്ടി വിക്ലോയിലെത്തി. അതിനുശേഷം കൗണ്ടി വിക്ലോയിൻ്റെ വളരെ ഇൻറ്റീരിയറായ ഒരു സ്ഥലത്താണ് ഈ പാർക്കുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള കൺട്രി റോഡിലേക്ക് കയറിയിട്ടുണ്ട്. ഇനിയും ഒരു അരമണിക്കൂറോടെ ഡ്രൈവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആ സ്ഥലത്ത് എത്തുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. അങ്ങനെ നമ്മൾ ഈ പാർക്കിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ദൈവങ്ങളുടെ ശില്പമുള്ള ഒരു സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ നാട്ടിൽ നമ്മളുടെ ഒരു അനുഭവം വെച്ചിട്ട് നമ്മളൊരു ഭക്തിപുരസ്കരമായ ഒരു സ്ഥലമൊക്കെ ആയിരിക്കുമല്ലോ പ്രതീക്ഷിക്കുക. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. ഒരു സാധാരണ പാർക്ക് അല്ലെങ്കിൽ ഒരു വളരെ വലിയൊരു കാട് പോലത്തെ ഒരു സ്ഥലം. അവിടെ കുറേ ശില്പങ്ങൾ. അങ്ങനെ ഭക്തിയോടുകൂടെ ഇവിടെ ആരും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആരെയും കണ്ടതുമില്ല. തിരക്കും വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറുമ്പോൾ ഫസ്റ്റ് എൻട്രൻസിൻ്റെ കാഴ്ച ഇതാണ്. ഒരു വലിയ ഗേറ്റ് പോലത്തെ സെറ്റപ്പ് ഉണ്ട്. അതിനകത്ത് കുറേ മരങ്ങളൊക്കെ വളരുന്നുണ്ട്. അവിടെ ഒരു പാമ്പിൻ്റെ തലയൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഏതോ ദേവതയുടെ ശില്പമായിരിക്കും തോന്നുന്നു. അവിടെ തന്നെ നമ്മളെ ആദ്യം ഇത് ഞെട്ടിക്കും. അതായത് ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന സ്ത്രീയുടെ കയ്യിൽ കത്തിയൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് യഥാർത്ഥത്തിലുള്ളൊരു ഹിന്ദു മിത്തോളജി അല്ല ബേസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇതിനെക്കുറിച്ച് പഠിച്ച അയാൾ അത് മനസ്സിലാക്കി, അല്ലെങ്കിൽ അയാളുടെ രീതിയിൽ മനസ്സിലാക്കിയിട്ട് അതിന് വേറൊരു മോഡേണൈസ് ചെയ്തതാണെന്നാണ് നമുക്ക് തോന്നിയത്. എന്തായാലും നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നമ്മൾ മലയാളികളുടെ വികാരമായ ആനകളുടെ കുറേ ശില്പങ്ങളുണ്ട്. ചെറിയ ആനയും വലിയ ആനയും അങ്ങനെ കുറേ ശില്പങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് 25 ഏക്കറോളം സ്ഥലമുണ്ട് ഈ പാർക്കിൻ്റെ ഭാഗമായിട്ട്. അതിൽ 7 വളരെ വലിയ ശില്പങ്ങളും 35ഓളം ചെറിയ ശില്പങ്ങളും ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഓരോ ശില്പത്തിനെയും അടുത്ത് പോയി നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ പോകുമ്പോൾ ആദ്യം കാണുന്നത് ഒരു വളരെ വലിയ ഒരു സർപ്പത്തിൻ്റെ പ്രതിമയാണ്. ഹിന്ദു മിത്തോളജി പ്രകാരം ശ്രീകൃഷ്ണൻ കാളിയമർദ്ദനമൊക്കെ നടത്തിയിട്ടുണ്ടല്ലോ, കാളന്തി നദിയിലെ പാമ്പിൻ്റെ മേലെ നൃത്തം ചെയ്തു എന്നൊക്കെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരിക്കണം ഇതിവിടെ വന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഓണർ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഇത് വിസ്ഡം സീറ്റ് എന്നാണ്. പക്ഷേ അത് വായിച്ചപ്പോൾ അതിനകത്ത് വലിയ ഫിലോസഫിയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് വായിച്ചപ്പോൾ എനിക്കറിയുന്ന ഹിന്ദു മിത്തോളജിയുമായി ബന്ധപ്പെട്ട് അതിന് അത്ര ബന്ധമുണ്ടെന്നൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷേ അത് പുള്ളിയുടെ ഒരു ഐഡിയ ആയിരിക്കണം എന്ന് തോന്നുന്നു. പുള്ളി മോഡേണൈസ് ചെയ്തതാണെന്നാണ് എനിക്ക് തോന്നിയത്. പക്ഷേ ഇതിൽ പറയാതിരിക്കാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ഈ ശില്പത്തിൻ്റെ പെർഫെക്ഷൻ, പാമ്പിൻ്റെ ശൽക്കങ്ങളാണെങ്കിലും കണ്ണാണെങ്കിലും ആ മൊത്തത്തിൽ ഷേപ്പ് എന്ന് പറയുന്നത് വളരെ പെർഫെക്റ്റാണ്. നമുക്ക് കണ്ടാൽ തന്നെ ഒരു പേടിയൊക്കെ തോന്നുന്ന രീതിയിൽ ശരിക്കും സർപ്പം നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. അത് വളരെ നല്ല ശില്പമായിരുന്നു. ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു വലിയ ചരിത്രം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഓണർ, ഇതിന് വിക്ടേഴ്സ് വേ എന്ന പേര് വന്നത് വിക്ടർ എന്നൊരു വ്യക്തിയാണ് ഇത് സ്ഥാപിച്ചത്. ആ വ്യക്തി ഇന്ത്യൻ ഫിലോസഫി പഠിക്കാൻ വേണ്ടി ഇന്ത്യയിൽ വരികയും 30 വർഷത്തോളം ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്തിട്ടുണ്ട്. പുള്ളി ഏറ്റവും കൂടുതൽ സമയം താമസിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. അപ്പോൾ അവിടുത്തെ ഒരു ശില്പിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടാണ് ഈ ശില്പം മുഴുവൻ ഉണ്ടാക്കിയത് എന്നാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കിയത്. പക്ഷേ എന്തായാലും ചെയ്തിരിക്കുന്നത് വളരെ അഭിനന്ദിക്കാൻ തരത്തിലുള്ള ഒരു വർക്കാണ് ചെയ്തു വെച്ചിരിക്കുന്നത്.
അടുത്തത് പിന്നെ ഇവിടെ ചെയ്തിരിക്കുന്നത് ഗണപതിയുടെ വിഗ്രഹങ്ങളാണ്. 7-8ഓളം ഗണപതി വിഗ്രഹങ്ങളുണ്ട്. വളരെ വലിയ സ്കൾപ്ചേഴ്സാണ്. അതെല്ലാം കരിങ്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ 7-8 ഗണപതിയിൽ പലതിനും പല തീമാണ്. ഡാൻസ് ചെയ്യുന്ന ഗണപതി, പുല്ലാങ്കുഴൽ വായിക്കുന്ന ഗണപതി, വീണ വായിക്കുന്ന ഗണപതി, അങ്ങനെയൊക്കെ. എന്താണ് അതുകൊണ്ട് പുള്ളി ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലായില്ല. വേറെ ഒരു അത്ഭുതം എന്താണെന്ന് പറഞ്ഞാൽ ഗണപതിയുടെ വാഹനമാണ് മൂഷികൻ എന്നറിയാലോ, എലി. അപ്പോൾ അതും ഇതിന് തൊട്ട് താഴെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ എലിയല്ല ഇപ്പോഴും ഭയങ്കര മോഡേൺ ആയിട്ടുള്ള എലിയാണ്. സോണിയുടെ വാക്ക്മാൻ യൂസ് ചെയ്യുന്ന എലി ആണ് ഒരു ഇതിൻ്റെ കൂടെ ഉള്ളത്. വേറൊന്നിൽ ആപ്പിളിൻ്റെ മാക്ബുക്ക് ഉപയോഗിക്കുന്ന എലിയുണ്ട്. പിന്നെ ഗിന്നസ് എന്ന് പറയുന്നത് അയർലൻഡിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബിയറിൻ്റെ ബ്രാൻഡാണ്. അപ്പോൾ ഗിന്നസ് ഉപയോഗിക്കുന്ന എലി, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പക്ക ഹിന്ദു മിത്തോളജി ഫോളോ ചെയ്തതല്ല. പുള്ളിയുടെ എന്തൊക്കെയോ കോൺസെപ്റ്റാണ് ഇവിടെ ഡെപ്പിക്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ട് നടക്കൽ നല്ല രസമാണ്. ഇനി ബാക്കിയുള്ള ശില്പങ്ങൾ ഈ സൈഡിലുള്ള കാട്ടിലാണ്. അപ്പോൾ നമുക്കിനി കാടിനകത്തുകൂടെ നടക്കാം. അപ്പോൾ നമ്മളങ്ങനെ നടക്കുമ്പോൾ ആദ്യം കാണുന്ന സ്കൾപ്ചർ ഇതാണ്. അസ്ഥികൂടമായ ഒരു കൈപ്പത്തി, അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ. ഇതൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിലൂടെ നടക്കാൻ, കാടിലൂടെയൊക്കെ നടക്കാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വല്ലാതെ ഇഷ്ടപ്പെടും. പക്ഷികളുടെ ശബ്ദവും വേറൊരു ശബ്ദവും ഇല്ല, ആളുകളുടെ ശല്യമില്ല, ഇങ്ങനെ കാഴ്ച കാണാൻ അതൊക്കെ നല്ല അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞ് വീണ്ടും നടക്കുമ്പോൾ കാണുന്ന രണ്ടാമത്തെ ഒരു വലിയ സ്കൾപ്ചർ എന്ന് പറയുന്നത് യക്ഷിപ്പല്ലൊക്കെയുള്ള ഒരു സ്ത്രീ. പക്ഷേ അത് മുഴുവനായിട്ടും സ്ത്രീയാണെന്ന് പറയാൻ പറ്റില്ല. ഒരു സൈഡ് സ്ത്രീയാണ്, വേറൊരു സൈഡ് മത്സ്യകന്യകയാണ്. പക്ഷേ ശില്പം നേക്കഡാണ്. ഒരു ചെറിയ കുട്ടിനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് ടീനേജേഴ്സിൻ്റെ സെക്ഷൽ ക്യൂരിയോസിറ്റിയൊക്കെ റിവീൽ ചെയ്യുന്ന ഒരു സ്റ്റാച്ചു ആണ് ഇതെന്നാണ് തോന്നിയത്. അപ്പോൾ അതും കഴിഞ്ഞ് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുമ്പോൾ കാണുന്നത് പട്ടിണി കിടന്ന ഒരു ബുദ്ധനാണെന്നാണ് ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. ഇനി ഇത് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മഹാത്മാഗാന്ധിയുടെ നിരാഹാരം എന്ന സമരമൊക്കെ ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ട വല്ലതും ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെയും മുന്നോട്ട് നടന്നപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. സ്വന്തം കൈകൊണ്ട് തന്നെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരു കടാര കൊണ്ട് കുത്തിയിറക്കിയിട്ട് സ്വയം പിളർന്നു പോയ ഒരു മനുഷ്യൻ. സ്പ്ലിറ്റ്മാൻ എന്നാണ് ഇതിൻ്റെ പേര്. അതിൽ ആ കടാരയ്ക്കകത്ത് ക്രിയേറ്റ് ഓർ ഡൈ എന്നും എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയിരിക്കുന്നത് വേറെ പല സ്ഥലത്തും കണ്ടു. അതെനിക്ക് തോന്നിയത് ഇതുണ്ടാക്കിയ ഈ ഒരു പാർക്ക് ഡിസൈൻ ചെയ്ത ആളുടെ ഫിലോസഫിയാണെന്ന് തോന്നുന്നു. ലോകത്തിന് വേണ്ടി എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഭൂമിക്ക് ഭാരമാകാതെ മരിച്ചു പോവുക എന്നാണ് പുള്ളി ഉദ്ദേശിച്ചെന്ന് തോന്നുന്നു. അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതാണ് സ്പ്ലിറ്റ്മാൻ. അതും കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ ഒരു ബുദ്ധൻ്റെ പ്രതിമ കണ്ടു. അപ്പോൾ ബുദ്ധിസത്തെക്കുറിച്ചും പുള്ളിക്ക് വലിയ പിടിയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതും കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴാണ് ബുദ്ധിസത്തിലെ പ്രധാന ഒരു കോൺസെപ്റ്റായ നിർവാണ അല്ലെങ്കിൽ മോക്ഷം കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഇത് നിർവാണ മാനാണ്. അത് അയാളുടെ മുഖത്ത് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളും തീർന്ന് വളരെ സന്തോഷകരമായിട്ട് ഇങ്ങനെ സ്മൈൽ ചെയ്തിരിക്കുന്ന ഒരു നിർവാണ മാൻ്റെ സ്കൾപ്ചറാണ് ഇത്. ഇത്രയും പ്രതിമകളൊക്കെ കൂടാതെ ഇനിയും വളരെയധികം ചെറുതും വലുതുമായ പ്രതിമകളുണ്ട്. നമ്മൾ എല്ലാത്തിനും മെൻഷൻ ചെയ്യാൻ പോയാൽ ബോറടിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം പറഞ്ഞതാണ്. പക്ഷേ മൊത്തത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഒരു ദിവസം വളരെ സന്തോഷകരമായി സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു ഏരിയയാണ് ഇത്. വളരെ നല്ല കാടാണ്. നമുക്കിങ്ങനെ കാമായിട്ട് നടക്കാൻ പറ്റും. പല സ്ഥലത്തും കൃത്രിമമായിട്ടിങ്ങനെ കുളങ്ങളൊക്കെ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു കുളത്തിന് നടുവിൽ ശിവൻ്റെ ഒരു പ്രതിമയും നമ്മളിവിടെ കണ്ടു. അപ്പോൾ നമ്മളതിൻ്റെ സൈഡിലൂടെയൊക്കെ നടന്നു. എന്നിട്ട് പിന്നെ നമ്മൾ കണ്ടൊരു സാധനമാണ് ഇത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്കൾപ്ചറായിരുന്നു. അതായത് ഒരു ചൂണ്ടുവിരൽ, അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡയലോഗ് എഴുതിയിട്ടുണ്ട്, ക്രിയേറ്റ് ഓർ ഡൈ. അത് നല്ല ഒരു ഏരിയയിലാണ് അവർ വെച്ചിരിക്കുന്നത്. അത് ഭയങ്കര നൈസായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാം കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ വേണ്ടി കാർ പാർക്കിൽ പോയപ്പോഴാണ് നമ്മൾ വിക്ടറെ കാണുന്നത്. അതായത് വിക്ടേഴ്സ് ഡേ എന്ന് പറയുന്ന ഈ പാർക്കിൻ്റെ ഓണറായ വിക്ടർ, പുള്ളി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടപ്പോൾ നമ്മൾ ഇന്ത്യക്കാരാണെന്ന് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് സന്തോഷമായി. പുള്ളി നമ്മുടെ അടുത്ത് വന്ന് ഒരുപാട് നേരം വർത്തമാനം പറഞ്ഞു. അറ്റ് പ്രസൻറ്റ് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ ന്യൂസ് വരെ പുള്ളി എപ്പോഴും ഫോളോ ചെയ്യാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. പുള്ളി മോദിയെക്കുറിച്ചൊക്കെ സംസാരിച്ചു. പുള്ളിയുടെ പ്രൈവസി കാരണം നമ്മൾ പുള്ളിയുടെ വീഡിയോ ഒന്നും എടുത്തില്ല, കുറേ അധികം സംസാരിച്ചു. പുള്ളി ചോദിച്ചു, ഒരു പേര് പറഞ്ഞിട്ട് ചോദിച്ചു, ആ സ്കൾപ്ചർ നിങ്ങൾ കണ്ടോ ചോദിച്ചു. അപ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു, അപ്പോൾ അതാണ് ഇവിടുത്തെ മാസ്റ്റർ പീസ്, അത് പോയി കാണുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു വഴി കാണിച്ചു തന്നു. അതിലേ പോയപ്പോൾ കണ്ട സ്കൾപ്ചറാണ് ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ പീസ്. വളരെ ബിഗ് ആയിട്ടുള്ളൊരു സാധനമാണ്. വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് വരെ ചെയ്തിരിക്കുന്ന ഒരു സൂപ്പർ സ്കൾപ്ചർ. എന്താണ് ഇതിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ
വിക്ടർ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രായമാകുമ്പോൾ ഇയാളുടെ മുഖമായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. അതായത് താടിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നിയത് ആ പുള്ളിയെ തന്നെയാണ് പുള്ളി ഇവിടെ ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നാണ് തോന്നിയത്. അത് നല്ലൊരു അനുഭവമായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് ഈ വീഡിയോ. ഒരു ദിവസം നമുക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ തന്നെയായിരുന്നു വിക്ടേഴ്സ് വേ. അപ്പോൾ വേറൊരു സ്ഥലത്തിൻ്റെ വിശേഷവുമായി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.